പെറ്റ പെണ്ണിനെയും കൊച്ചിനെയും കൊണ്ടാക്കിയിട്ട് എല്ലാരും പോയോ? ആ, അവര് കൊച്ചിനെയും തള്ളേരെയും ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയി. ഇനി അവർക്കൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യണ്ടല്ലോ. ഒന്നും അറിയാൻ വേണ്ട. അതിന് പിന്നെ 3 മാസം ആയോ കൊച്ചിന്? 94 ദിവസമായില്ലേ? ഒരു 6 മാസമായിട്ട് കൊണ്ടുവന്നാ മതിയായിരുന്നേ. ആ ആ. എന്നാലും എന്റെ ചേച്ചി, മകൻ ആദ്യമായിട്ടൊരു കൊച്ചുണ്ടായിട്ട് ഇങ്ങനെയായി പോയല്ലോ. വിധി. അല്ലാതെ എന്ത് പറയാൻ വേണ്ടിട്ടാ? എന്തോ സ്കാനിങ് ഒക്കെ കഴിഞ്ഞതാ. അന്നേരമൊക്കെ വല്ലതും അറിഞ്ഞോ? ഒന്നും അറിഞ്ഞില്ല. അന്നേരം അറിയുമായിരുന്നെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ചെയ്യായിരുന്നു. ഇനിയിപ്പം എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? ജീവിതകാലം മൊത്തം ഇനിയിപ്പൊ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. ഉം. ചെവി കേൾക്കുകയാണെങ്കിൽ പിന്നെ സംസാരിക്കാനും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ആ, സുധ ചേച്ചി, ഞാനവിടെ കേട്ടായിരുന്നു സംസാരം. വാ, കൊച്ചിനെ കാണാം. അമ്മ പിന്നെ കൊച്ചിനെ വെള്ളം ചൂടാക്കാൻ വേണ്ടിട്ട് ഒരു പാത്രം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതമ്മ എടുത്തു വെച്ചായിരുന്നോ? വെള്ളം ചൂടാക്കണായിരുന്നു. ആ, അത് പുതിയ പാത്രമല്ലേ, അത് എടുക്കണ്ട. വേറെ ഒന്ന് പഴയത് അവിടെ ഇരിപ്പുണ്ട്, അതെടുത്തോ. ആ, പാത്രമൊക്കെ കുറെ കൊണ്ടുവന്നോ വീട്ടിൽ നിന്ന്? അധികം പാത്രമൊന്നും ഇല്ല. കൊച്ചിനെ കുളിപ്പിക്കേണ്ട വെള്ളം ചൂടാക്കാനുള്ള ഒരു പാത്രം, പിന്നെ ഈ കൂർക്കൊക്കെ ഉണ്ടാക്കാനും കോരി കൊടുക്കാനും ഒക്കെ ഉള്ള ചെറിയ ചെറിയ പാത്രങ്ങളും കുറച്ച് സ്പൂണും ഒക്കെ ഉള്ളൂ. വേറൊന്നും ഇല്ല. അയ്യേ, അത്ര കൊണ്ടുവന്നല്ലോ. എന്റെ ചേച്ചിയുടെ മോളെ പ്രസവിച്ച് എഴുന്നേൽപ്പിച്ച് വിട്ടപ്പോഴത്തേക്ക് ഞങ്ങള് കുറെ പാത്രങ്ങളും കൊടുത്തു. പിന്നെ പിന്നെ ഞങ്ങള് ഫ്രിഡ്ജാ വാങ്ങിക്കൊടുത്തെ. ഫ്രിഡ്ജ്. സ്വർണ്ണം എന്തെങ്കിലും തന്നായിരുന്നോ വീട്ടിൽ നിന്ന് കൊച്ചിന്? അച്ഛനൊരു മാല വാങ്ങി കൊടുത്തായിരുന്നു. പിന്നെ ചേട്ടനൊരു വളയും. ഓ, എന്ത് നാട്ട് എന്താ കാര്യം? കൊച്ചിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയായി പോയില്ലേ. സൂക്ഷിക്കണം കേട്ടോ. കൊച്ചിന്റെ അടുത്ത് എപ്പോഴും ഒരാള് വേണം. അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ചോണം. എന്റെ പൊന്ന് സുധേ, എന്ത് പറയാൻ വേണ്ടിട്ടാ? ഇത് കൊച്ചിന്റെ അടുത്തുനിന്ന് മാറാൻ പറ്റുമോ? അതും ഇല്ല. മനുഷ്യന് ഒരു മനസമാധാനവും ഇല്ല. ഉള്ള സന്തോഷവും സമാധാനവും ഒക്കെ ജീവിതത്തിൽ നിന്ന് പോയി. എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? കഷ്ടമല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റും. ഉം. ചെറുക്കനാണെങ്കിൽ നല്ല വിഷമമുണ്ട് ഉള്ളില്. പിന്നെ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്തായാലും കഷ്ടമായി പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എന്തായാലും കൊച്ചിനെ ഒന്ന് ചെന്ന് കാണട്ടെ. കൊച്ചുറങ്ങുവാണോ? ഇല്ല, ഉറങ്ങുമല്ല. വാവേ, തക്കിടുവാവേ. ഞാൻ ഈ കിടന്ന് വിളിച്ചിട്ട് കൊച്ചു കേക്കുവോ? ഞാൻ കിടന്ന് വിളിക്കുവോ? കേട്ടിട്ട് ഇപ്പൊ നോക്കൂന്ന് പറഞ്ഞിട്ട്. അയ്യോ എന്റെ ദൈവമേ, എന്നാലും എന്റെ പൊന്നുമോളെ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഒരു കൊച്ച ആദ്യമായിട്ട് ഉണ്ടായിപ്പോയത്. എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? അതൊക്കെ നമ്മുടെ തലയെ വരച്ചേക്കുന്നതാ മാനെ. തലയെ വരച്ചത് അതുപോലെ തന്നെ സംഭവിക്കത്തുള്ളൂ. ഇനിയിപ്പോ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചു പോയില്ലേ. അയ്യോ എന്റെ ദൈവമേ. ഞങ്ങളുടെ കൊച്ചു എങ്ങനെയായാലും ചേച്ചിക്ക് എന്താ ചേച്ചി? ചേച്ചി എന്തിനാ കിടന്ന് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഞങ്ങളുടെ കൊച്ചിന് എന്ത് കുറവുണ്ടെങ്കിലേ ഞങ്ങൾക്ക് അവൻ രാജകുമാരൻ തന്നെയാ. ഒരു കുറവും വരുത്താതെ ഞങ്ങൾ നോക്കിക്കോളാം. ചേച്ചി ഇങ്ങനെ വിഷമിക്കണമെന്നില്ല. ഇനിയിപ്പോ എന്ത് കുറവ് വരാന്? ഇതിന് കൂടുതൽ ഇനിയിപ്പോ എന്ത് കുറവ് വരാന്? മര്യാദക്ക് നിങ്ങൾ ഇവിടെ ഇറങ്ങിപ്പോക്കോ. എന്റെ വായിന്ന് വരുന്ന വന്നു കഴിഞ്ഞാലുണ്ടല്ലോ. ഓ, ഞാനങ്ങ് പോയേക്കാം. ഇനിയിപ്പോ ഉള്ളിലുള്ള വല്ല വിഷമം ഉണ്ടെങ്കിൽ അത് എന്റെ നേരെ ചാടി കടിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഞാൻ പോവാ. വന്നപ്പോ മുതൽ സഹതപിക്കാൻ തുടങ്ങിയതാ. എന്തിനെങ്ങനെ സഹതപിക്കുന്നത് എനിക്ക് മനസ്സിലാവാ. ആ സുധേ, ചായ കുടിച്ചിട്ട് പോകട്ടെ. ഞാൻ ചായ വെച്ചിട്ടുണ്ട്. ഓ, എനിക്കൊന്നും വേണ്ട. ചായ ഞാൻ വീട്ടിൽ പോയിട്ട് കുടിച്ചോളാം. ഇതെന്താണ് നിന്റെ മോൻ കടന്നൽ കുത്തിയതുപോലെ? എന്താ പറ്റിയേ? അല്ല ചേച്ചി, നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിലോ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഇങ്ങനെ വൈകല്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താ? എന്റെ അറിവിലില്ല. ആ, ഇല്ലല്ലേ? അപ്പൊ ഇത് അത് തന്നെയാ കാര്യം. എന്താടി? എന്റെ പൊന്നു ചേച്ചി, ആ പെണ്ണ് ഏതു നേരം ഞാൻ നോക്കുമ്പോ ഫോണിനകത്താ. ആ പുറത്തുകൂടിയും മുറ്റം അടിക്കുമ്പോഴും എല്ലാം അതിന്റെ ചെവിയിൽ ഫോണാ. അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ കയ്യിൽ ഈ ഫോൺ നോക്കിക്കൊണ്ടൊക്കെ ഞാൻ കാണുമ്പോ എപ്പോഴും അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും. ഈ ഫോൺ നോക്കി നോക്കി ഈ ഫോണിനകത്തുനിന്നൊക്കെ റേഡിയേഷൻ ഉണ്ടാവുന്നേ. അത് വയറ്റിൽ കിടക്കുന്ന കൊച്ചിന് കേടാ. ആണോ? അങ്ങനെ സംഭവിച്ചതാണ് കൊച്ചിനിത്. വേറെ ഒന്നുമല്ല എന്റെ ചേച്ചി. ഇത് ചേച്ചിയുടെ മരുമോളുടെ ഇതും കൊണ്ട് സംഭവിച്ചത്. ആ, ആറ്റുന്നൊരു കൊച്ചുണ്ടായിട്ടേ ഇങ്ങനെയൊക്കെ പെൺപിള്ളേർ തുടങ്ങിയാല് നിങ്ങൾക്ക് വിവരം ഇല്ലാത്തതാണെങ്കിൽ വിദ്യാഭ്യാസം ഉള്ള വേണ്ടല്ലേ ഇതിനെ കുറിച്ച് അറിയാനിട്ടൊന്നും ആയിരിക്കുകയല്ലോ. അല്ലെ? ഇത് മനഃപൂർവ്വം വരുത്തി വെച്ചത് ചേച്ചി, മനഃപൂർവ്വം വരുത്തി വെച്ചത് തന്നെയാണ്. ദൈവമേ, നല്ലൊരു തങ്കക്കുടം പോലത്തെ ഒരു കൊച്ചിനെ. ഞാൻ പോവാ. എന്റെ സുധേ, ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഫോണിനകത്തൊക്കെ നോക്കുന്ന കാണാം. പക്ഷെ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ദൂഷ്യം ഉണ്ടെന്ന് എനിക്കുണ്ടോ അറിയാവുന്നു? നീ അന്നേരം ഒന്ന് പറയണ്ടേ ഇതൊക്കെ?
എനിക്ക് ഇതിനെ കുറിച്ച് വല്ലതും അറിയാവോ? ഉഫ്, ദൈവമേ, ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചൊന്നും ഇല്ലല്ലോ എന്റെ പൊന്നി ചേച്ചി. ഇനിയിപ്പൊ ഞാൻ അന്നേരമൊക്കെ വല്ലതും വന്ന് പറഞ്ഞു നിങ്ങളെ തമ്മിൽ തെറ്റിക്കണ്ടെന്ന് ഓർത്ത് ഞാനൊന്നും പറയാതിരുന്നത്. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? ഞാൻ പോവാ. ആ, അമ്മേ, എനിക്ക് 2 ആഴ്ച കൂടെ കഴിയുമ്പോ ജോലിക്ക് കേറേണ്ടി വരും കേട്ടോ. ജോലിയൊക്കെ അങ്ങോട്ട് രാജിവെച്ചേക്ക്. നീ അങ്ങനെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചിന്റെ കാര്യം ആരാ നോക്കുന്നത്? ഏ, അതും ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരു കൊച്ചിനെ ഇട്ടിട്ട് ഈ പിന്നെ 100 ദിവസം ആകാറായപ്പോഴത്തേക്കും ജോലിക്ക് പോയാല്. അല്ലമ്മേ, കൊച്ചിനെ അമ്മയൊന്ന് നോക്കൂലേ? എന്നെ കൊണ്ടൊന്നും പറ്റിയല്ല നോക്കാൻ വേണ്ടിട്ട്. എന്നെ കൊണ്ട് പറ്റത്തേ ഇല്ല. അമ്മ, പക്ഷെ എന്റെ ലീവ് കഴിയാറായമ്മേ. 2 ആഴ്ചയും കൂടി ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ ലീവ് എടുത്തത് കൊണ്ട്. ഒരു കൊച്ചുണ്ടായതിന് ഈ പരുവത്തിലാക്കിയിട്ട് അവക്ക് എന്നിട്ട് ജോലിക്ക് പോണെന്നല്ലേ? ഹാ, ഞാൻ നോക്കുന്നു വിചാരിച്ചിട്ട് നീ ജോലിക്ക് പോകണ്ട. നിന്റെ അടുത്ത് നിന്ന് മാറാൻ പറ്റുമോ? ഏ, വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറാൻ പറ്റുമോ കൊച്ചിന്റെ അടുത്തുനിന്ന്? എന്ത് സമാധാനത്തിനാ മാറുന്നത്? ഇതേ നീ വരുത്തി വെച്ചതല്ലേ. അമ്മ, എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? പിന്നല്ലാതെ നിന്റെ ഫോൺ നോട്ടം കൊണ്ട് തന്നെയാണ് കൊച്ചിന് ഇങ്ങനെ സംഭവിച്ചത്. ഏ, ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോ എനിക്കറിയാവോ ഈ ഫോണിനൊക്കെ ഇങ്ങനത്തെ ദൂഷ്യം ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ആര് കേൾക്കാൻ വേണ്ടിട്ടാ? ഞാൻ പറഞ്ഞാൽ വല്ലതും അനുസരിക്കോ? ഇപ്പൊ കൊച്ചി പരുവത്തിലായപ്പോ നിനക്ക് സമാധാനമായല്ലോ. ഹലോ. ആ, ദിവ്യേ, വാ. ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇന്ന് ശനിയാഴ്ചയല്ലേ ചേച്ചി? ഓ, ഇന്ന് ശനിയാഴ്ചയല്ലേ അല്ലേ? ആ, ഞാനതങ്ങ് മറന്നുപോയി. ഇതെന്താ അമ്മായിയമ്മയും മരുമോളും കൂടിയിട്ട്? ഞാനേ കുഞ്ഞാവനെ കാണാൻ വേണ്ടിട്ട് വന്നതാ. ആ, ഇതെന്താടി നിന്റെ മുഖം വാടിയിരിക്കുന്നെ? ഒരു സന്തോഷം ഇല്ലാണ്ട്. അതിനിപ്പോ സന്തോഷിക്കാൻ വേണ്ടിട്ട് എന്താ ഉള്ളത്? കൊച്ചിന്റെ അവസ്ഥ നീ അറിഞ്ഞില്ലേ? സന്തോഷിക്കേണ്ട കാര്യം തന്നെയാണല്ലോ. സുധ പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങൾ അറിയുന്നത്. ഇവളുടെ ഫോൺ നോട്ടം കൊണ്ടാ ഇതൊക്കെ വരുത്തി വെച്ചതാ ഇത്. എന്റെ പൊന്നു ചേച്ചി, അതിന് ഇവക്ക് എവിടുന്നാ ഫോൺ നോക്കാനൊക്കെ സമയം? ഇവള് രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം ഏകദേശം 6 മണി ആകാറാകുമ്പോഴല്ലേ വന്നോണ്ടിരുന്നത്. 8 മാസത്തോളം ജോലിക്ക് പോയതല്ലേ ആ പെങ്കൊച്ച്. ഇനി ഫോൺ നോക്കിയിരിക്കാൻ വേണ്ടി എവിടെയായിരുന്നു സമയം? ഏ, എന്റെ പൊന്നു ടീച്ചറെ, ആ സുധ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. വന്ന് കേറിയപ്പോ മുതൽ കൊച്ചിനെ നോക്കി അതും ഇതും ഒക്കെ പറയുക. ഭയങ്കര സഹതാപം, കളിയാക്കിയുള്ള സംസാരം കേട്ടിട്ട് സഹിക്കാൻ പറ്റാതായപ്പോ ഞാൻ രണ്ടെണ്ണം തിരിച്ചു പറഞ്ഞു. അതുകൊണ്ടായിരിക്കും അമ്മയോട് പോയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തത്. കേട്ടല്ലോ അവള് പറഞ്ഞത്. അവൾ അങ്ങനെ പറഞ്ഞതിന്റെ ചുരുക്ക് തീർത്തതാണ് സുധ ചേച്ചി. ഏ, അവളുടെ കൊച്ചിനെ നോക്കിയിട്ട് അമ്മാതിരി വർത്താനമൊക്കെ പറഞ്ഞു കാണും. അന്നേരം അവൾക്ക് ദേഷ്യം വന്നപ്പോ അവൾ അവളുടെ സങ്കടം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കാണും. അതിന്റെ ദേഷ്യമാണ് ചേച്ചിയോട് വന്നിട്ട് വേണ്ടാത്ത ഓരോന്നൊക്കെ പറഞ്ഞു തന്നത്. അവൾ അതിൽ ഫോൺ നോക്കിക്കൊണ്ട് ഇരിക്കാൻ അവൾക്ക് സമയം ഉണ്ടായിരുന്നു. ചേച്ചി അതൊന്ന് ചിന്തിച്ചാൽ പോരെ? വല്ലപ്പോഴും അത്യാവശ്യം ആരെങ്കിലും വിളിച്ചാൽ സംസാരിക്കുന്നതല്ലാണ്ട്. 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകേണ്ടി വരും ടീച്ചറെ. ലീവ് തീർന്നു. അമ്മ എന്നോട് റിസൈൻ ചെയ്യാൻ വേണ്ടിട്ടാ പറയുന്നത്. അയ്യോ, ജോലി റിസൈൻ ചെയ്യാൻ വേണ്ടിട്ടോ? എന്റെ പൊന്നു ചേച്ചി, അവളെ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ജോലിയല്ലേ? എന്തുമാത്രം ഉറപ്പൊളിച്ചിരുന്ന് പഠിച്ചു കിട്ടിയ ജോലിയാ. അതൊക്കെ വേണ്ടെന്ന് വെക്കാൻ പറയുന്നത് കഷ്ടമല്ലേ? ആ കൊച്ചിനെ ഒന്ന് നോക്കി കൊടുക്കുമായിരുന്നെങ്കിൽ അവൾക്ക് ജോലിക്ക് പോയിക്കൂടായിരുന്നു. ചേച്ചി അല്ലാതെ വേറെ ആരാ അവളെ സഹായിക്കാനുള്ളത്? ഒന്നുമില്ലെങ്കിലും സ്വന്തം മകന്റെ കുഞ്ഞല്ലേ? ഞാൻ രാവിലെ എഴുന്നേറ്റ് ജോലിയെല്ലാം ചെയ്ത് തീർത്തിട്ടേ പോകൂളൂ അമ്മേ. അമ്മ ഒന്നും ചെയ്യണ്ട. കൊച്ചിനെ നോക്കിയിരുന്നാൽ മാത്രം മതി. എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്തോളാം. നീ കൊച്ചിനെ എടുത്തോട്ട് ചെല്ല്. ഞാൻ ചേച്ചിയോട് സംസാരിക്കട്ടെ. ഉം. ചേച്ചി, അവളുടെ മനസ്സിൽ എന്തുമാത്രം വിഷമം ഉണ്ടാകും. ഒന്നുമില്ലെങ്കിലും ആദ്യത്തെ കുഞ്ഞല്ലേ? അപ്പൊ അവൾ ഒത്തിരി വിഷമവും മനസ്സിൽ വെച്ചോണ്ടായിരിക്കും പുറത്തോടെ ചിരിച്ചു നടക്കുന്നത്. അപ്പൊ നമ്മളും കൂടി അവളെ ഇങ്ങനെ വിഷമിപ്പിച്ചാലോ? അവക്ക് ധൈര്യവും സ്നേഹവും ഒക്കെ കൊടുത്ത് കൂടെ നിൽക്കേണ്ടത് ചേച്ചിയല്ലേ? അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ അവളെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കാതെ. ആ സുധ ചേച്ചിയുടെ സ്വഭാവം ചേച്ചിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? ദിവ്യമോളെ, എന്താ അമ്മേ? നല്ലയാളാ. ഫോൺ എടുക്കാണ്ടാണോ ഇങ്ങോട്ട് ഓടി പോകുന്നത്? ഏ, സ്കൂളിൽ നിന്ന് എച്ചമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച സ്കൂളിൽ എന്തോ പ്രോഗ്രാം ഉണ്ടെന്നോ അതിനെക്കുറിച്ച് എന്താണ്ട് പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ. എന്തെങ്കിലും പരിപാടി ഉണ്ടോ തിങ്കളാഴ്ച? ഓ, ആ, തിങ്കളാഴ്ച ഒരു പ്രോഗ്രാം ഉണ്ട് സ്കൂളില്. ഇതാ ടീച്ചർമാരുടെ അവസ്ഥ. വീട്ടിൽ വന്നാലും ലീവ് ഉണ്ടെങ്കിലും അവർക്ക് ഒരു സ്വൈര്യമില്ല. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിന്റെ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടാവും. അതല്ലെങ്കിൽ ഓരോന്ന് ചോദിച്ച് പാരന്റ്സ് വിളിക്കും. ഒന്നും പറയണ്ട. ആ, ഞാൻ വരും അമ്മേ. ആ, എന്നാ കൊച്ചിനെ കണ്ടോ? ഇല്ലമ്മേ, കൊച്ചിനെ കണ്ടില്ല. കൊച്ചിനെ കാണണം. കണ്ടോ ചേച്ചി? എന്റെ അമ്മേ, ഭർത്താവിന്റെ അമ്മയാന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്റെ 3 മക്കളെയും പൊന്നുപോലെ വളർത്തി തന്നത് എന്റെ ഭർത്താവിന്റെ അമ്മ. അതുകൊണ്ട് തന്നെ അവർക്ക് 3 പേർക്കും എന്തൊരു സ്നേഹമാണെന്നറിയാമോ? അച്ഛമ്മ എന്ന് പറഞ്ഞ അച്ഛമ്മ കഴിഞ്ഞിട്ടേ ഉള്ളു ഞാനും. ഇപ്പോഴല്ലേ 3 പേർ സ്കൂളിൽ പോകാൻ വേണ്ടിട്ടൊക്കെ തുടങ്ങിയത്. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ചേച്ചിക്ക് മകന്റെ കൊച്ചിനെ നോക്കിയിരിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് ചെയ്യണമെന്നൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ?
അതിനൊക്കെ ഒരു നല്ല മനസ്സും കൂടി വേണം. അതുകൊണ്ട് ഞാൻ ചേച്ചിയെ നിർബന്ധിക്കുന്നില്ല. അവള് ജോലി റിസൈൻ ചെയ്യണമെന്ന് തന്നെ ചേച്ചി ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്റെ ഒരു അഭിപ്രായം. എന്റെ ദൈവമേ, ജോലി കളയാൻ വേണ്ടിട്ടോ? എന്തിന്? ഇവക്ക് കൊച്ചിനെ നോക്കാൻ വേണ്ടിട്ട് മടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, മരുമോളോട് പറ എന്റെ ഈ കൊച്ചിനെ കൊണ്ട് തരാൻ വേണ്ടിട്ട് പറ. ഞാൻ നോക്കിക്കോളാം, എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് പിള്ളേരെന്ന് വെച്ചാൽ എനിക്ക് അത്രയും ജീവനാ. രാവിലെ ജോലിക്ക് പോകുമ്പോ എന്റെ കൊണ്ട് തരട്ടെ, തിരിച്ചു വരുമ്പം ഞാനങ്ങ് കൊടുത്താൽ മതിയല്ലോ. ഇവിടെ അടുത്തല്ലേ എന്റെ വീട്, അല്ലേ മോളെ? ഞാൻ നോക്കിക്കോളാം എന്റെ കൊച്ചിനെ. സങ്കടം കൊണ്ട് പറയുന്നതാ. ഞാനങ്ങ് തകർന്നു പോയി. മകനൊരു കൊച്ചുണ്ടായപ്പോ ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്റെ സമാധാനം തെറ്റിപ്പോയി. പിന്നെ സുധയും കൂടി അങ്ങനെ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് മനസ്സിലായി ചേച്ചി, എനിക്ക് മനസ്സിലായി. സാരമില്ല, ഞാൻ നോക്കിക്കോളാം. പിന്നെ ഞാൻ എന്തിനാ, ആർക്ക് വേണ്ടിയിട്ടാ ജീവിക്കുന്നത്? എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ. അവന്റെ കുഞ്ഞല്ലേ.